നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK നഴ്സിംഗ് മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ, പേ ബാൻഡുകളിൽ വ്യക്തതയും അംഗീകാരവും. UKയിലെ NHS നഴ്സുമാരുടെ കരിയർ വളർച്ചയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് നടത്തിയ ക്യാമ്പയിനുകളുടെ ഫലമായി NHS നാഷണൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഹാൻഡ്ബുക്കിൽ നിർണായകമായ ഭേദഗതി വരുത്തി. ഗ്രാജുവേറ്റ് തലത്തിലുള്ള നഴ്സിംഗ് തസ്തികകളിൽ ബാൻഡ് 5-ൽ നിന്ന് ബാൻഡ് 6-ലേക്ക് കൂടുതൽ സുഗമമായി മാറാൻ ഇത് വഴിയൊരുക്കും. മറ്റ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് നേരത്തെ ലഭ്യമായിരുന്ന ഈ കരിയർ ആനുകൂല്യം നഴ്സിംഗ് വിഭാഗത്തിനും ലഭ്യമാക്കണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. നഴ്സിംഗ് ജോലിയുടെ കഠിനമായ സ്വഭാവവും ഉത്തരവാദിത്വവും കണക്കിലെടുക്കുമ്പോൾ കരിയർ പുരോഗതിയിലെ തടസ്സങ്ങൾ നീക്കുന്നത് നഴ്സുമാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും സേവന നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് RCN ചൂണ്ടിക്കാട്ടുന്നു. 2025 മെയ് മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ നഴ്സുമാരുടെ ബാൻഡ് 5-ൽ നിന്നുള്ള മാറ്റം എത്രത്തോളം അത്യാവശ്യമാണെന്ന് RCN വ്യക്തമാക്കിയിരിക്കുന്നു. ആയിരക്കണക്കിന് നഴ്സുമാർ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴും താഴ്ന്ന പേ ബാൻഡുകളിൽ തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇത് നഴ്സുമാരുടെ മനോവീര്യത്തെയും രോഗി പരിചരണത്തെയും ബാധിക്കുന്നുവെന്ന തിരിച്ചറിവാണ് പുതിയ മാറ്റങ്ങളിലേക്ക് നയിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ സെലക്ട് കമ്മിറ്റിയിൽ ഹെൽത്ത് സെക്രട്ടറി വെസ് ട്രീറ്റിംഗും ഈ വിഷയത്തിൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. UK വർക്ക് വിസയിലുള്ളവർക്ക് മുന്നറിയിപ്പ്. ഹോം ഓഫീസ് പരിശോധനകൾ ശക്തമാക്കുന്നു. UKയിലെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇമിഗ്രേഷൻ ലോ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കോൺഫറൻസിൽ ഇമിഗ്രേഷൻ ഓഫീസർമാർ വെളിപ്പെടുത്തിയ വിവരങ്ങൾ പ്രകാരം വർക്ക് വിസയിൽ ജോലി ചെയ്യുന്നവരുടെ നാഷണൽ ഇൻഷുറൻസ്, ടാക്സ് വിവരങ്ങൾ ഹോം ഓഫീസ് നേരിട്ട് പരിശോധിച്ച് തുടങ്ങിയിരിക്കുന്നു. HMRCയുമായി ചേർന്നുള്ള ഈ നീക്കം വഴി ശമ്പളത്തിലെ പൊരുത്തക്കേടുകൾ പെട്ടെന്ന് കണ്ടെത്താനാകും. ഇതിനോടകം ഏകദേശം 3000 സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോം ഓഫീസ് റദ്ദാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്നും കൂടുതൽ ലൈസൻസുകൾ റദ്ദാക്കപ്പെടുമെന്നും ഹോം സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ ശമ്പളം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നുണ്ടെന്നും ടാക്സ് രേഖകൾ കൃത്യമാണെന്നും ഓരോ ഉദ്യോഗാർത്ഥിയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഡേറ്റ ചെക്ക് ചെയ്യില്ല എന്ന ധാരണ ഇനി നിലവിലില്ല. നോർത്തേൺ അയർലൻഡിൽ നിഷ നെൽസൺ നിര്യാതയായി. UKKCA നോർത്തേൺ അയർലൻഡ് യൂണിറ്റ് അംഗവും UKKCA NIKKYയുടെ നാഷണൽ കൗൺസിൽ മെമ്പറുമായ ശ്രീ നെൽസൺ ജോണിൻ്റെ ഭാര്യ നിഷ നെൽസൺ നിര്യാതയായി. നിഷ പുതുവേലി വെള്ളാന്തടത്തിൽ കുടുംബാംഗമാണ്. ഭർത്താവ് നെൽസൺ ജോൺ കരിപ്പാടം തടത്തിൽ കുടുംബാംഗമാണ്. ഈ വിയോഗം UKയിലെ മലയാളി സമൂഹത്തിൽ വലിയ ദുഃഖം ഉളവാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. UKയിൽ വോട്ടിംഗ് പ്രായം 16 കുറയ്ക്കാൻ പുതിയ ബിൽ അവതരിപ്പിക്കുന്നു. ബ്രിട്ടീഷ് ജനാധിപത്യ സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. രാജ്യത്തെ വോട്ടിംഗ് പ്രായം നിലവിലുള്ള 18-ൽ നിന്ന് 16 കുറയ്ക്കുക എന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശം. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 16-17 വയസ്സുള്ള യുവാക്കളെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാക്കാനാണ് ഈ നീക്കം. നിലവിൽ സ്കോട്ട്ലൻഡിലും വെയിൽസിലും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ 16 വയസ്സുള്ളവർക്ക് വോട്ട് ചെയ്യാമെങ്കിലും UK പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് ബാധകമല്ല. പുതിയ നിയമം വരുന്നതോടെ രാജ്യമെമ്പാടും ഏകീകൃത വോട്ടിംഗ് പ്രായം നിലവിൽ വരും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ സംഭാവനകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. എന്നിരുന്നാലും 16 വയസ്സുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള പക്വതയുണ്ടോ എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. UKയിൽ മലയാളി നഴ്സിനെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് 28 വർഷം തടവ്. UKയിലെ മാഞ്ചസ്റ്ററിൽ റോയൽ ഓൾഹാം ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കിടെ മലയാളി നഴ്സ് അച്ചാമ്മ ചെറിയാനെ കത്രിക കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ച പ്രതിക്ക് കോടതി 28 വർഷം തടവ് ശിക്ഷ വിധിച്ചു. 38 വയസ്സുകാരനായ റോമൻ ഹക്കിഗിനെയാണ് മാഞ്ചസ്റ്ററിലെ മിൻഷുൾ സ്ട്രീറ്റ് ക്രൗൺ കോടതി ശിക്ഷിച്ചത്. 22 വർഷം ജയിൽവാസവും ബാക്കി 6 വർഷം കടുത്ത നിരീക്ഷണ വ്യവസ്ഥകളോടെയുള്ള ലൈസൻസ് കാലാവധിയുമാണ് ശിക്ഷ. മെത്തഡോൺ എന്ന മരുന്ന് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇയാൾ അച്ചാമ്മയെ ആക്രമിച്ചത്.
മാനസികാരോഗ്യ നിയമപ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇയാൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. സംഭവ ദിവസം രാത്രി ഡ്യൂട്ടിക്കെത്തിയ അച്ചാമ്മയോട് ഇയാൾ ലഹരിക്ക് പകരമായി ഉപയോഗിക്കുന്ന മെത്തഡോൺ ആവശ്യപ്പെട്ടു. എന്നാൽ കൃത്യമായ സമയമാകാത്തതിനാൽ നൽകാനാവില്ലെന്ന് അറിയിച്ചതോടെ ഇയാൾ പ്രകോപിതനാകുകയും ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്രിക ഉപയോഗിച്ച് ക്രൂരമായി കുത്തുകയുമായിരുന്നു. ആക്രമണത്തിൽ അച്ചാമ്മയുടെ കൈക്ക് ശാശ്വതമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഗൗരവമായി കാണുന്നുവെന്ന സന്ദേശമാണ് കോടതി നൽകിയത്. NHS ശമ്പള വർധനവിനെതിരെ ജീവനക്കാരും യൂണിയനുകളും ശക്തമായ പ്രതിഷേധത്തിൽ. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലെ NHS ജീവനക്കാർക്ക് 2026-27 വർഷത്തേക്ക് പ്രഖ്യാപിച്ച 3.3% ശമ്പള വർധനവ് കടുത്ത പ്രതിഷേധത്തിനിടയാക്കുന്നു. ജീവിതച്ചെലവ് കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നിലവിലെ പണപ്പെരുപ്പ നിരക്കിനേക്കാൾ കുറഞ്ഞ ഈ വർധനവ് ജീവനക്കാരെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് പ്രമുഖ ട്രേഡ് യൂണിയനുകൾ കുറ്റപ്പെടുത്തി. സമരം ചെയ്യുന്നതിനെക്കുറിച്ചും യൂണിയനുകൾ ആലോചിക്കുന്നുണ്ട്. ഏറ്റവും താഴ്ന്ന വരുമാനക്കാരായ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് ഈ വർധനവിൻ്റെ പകുതി ഗുണം മാത്രമേ ലഭിക്കൂ എന്ന് യൂണിസൺ ചൂണ്ടിക്കാട്ടി. NHSനെ രാജ്യത്തെ മികച്ച തൊഴിലിടമാക്കാനുള്ള സർക്കാർ പദ്ധതികൾ വെറും പാഴ്വാക്കാകുമെന്നും സൂപ്പർ മാർക്കറ്റുകൾ നൽകുന്ന അടിസ്ഥാന വേതനം പോലും നൽകാൻ കഴിയാത്തത് ലജ്ജാകരമാണെന്നും യൂണിസൺ ഹെൽത്ത് മേധാവി ഹെൽഗ പൈൽ വിമർശിച്ചു. റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഇതിനെ അവകാശവാദം എന്ന് വിശേഷിപ്പിച്ചു. യൂണിറ്റ് ഈ വർധനവിനെ രാഷ്ട്രീയ ഭീരുത്വത്തിൻ്റെയും സാമ്പത്തിക വഞ്ചനയുടെയും നടപടിയായി വിശേഷിപ്പിച്ചു. സർക്കാർ വാഗ്ദാനം ചെയ്ത നേരിട്ടുള്ള ചർച്ചകൾ നടത്താതെ ഏകപക്ഷീയമായി വർധനവ് അടിച്ചേൽപ്പിച്ചതിലൂടെ മോശം വിശ്വാസത്തോടെയാണ് സർക്കാർ പ്രവർത്തിച്ചതെന്ന് യൂണിയനുകൾ ആരോപിച്ചു. യഥാർത്ഥ ശമ്പള മൂല്യം കുറഞ്ഞതിനാൽ പ്രഖ്യാപിച്ച 3.3% ശമ്പള വർധനവ് ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ ഒരു നേട്ടമായി തോന്നുന്നില്ലെന്നും യൂണിയനുകൾ ചൂണ്ടിക്കാട്ടി. മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുമെന്ന വാഗ്ദാനം ഫലപ്രദമാകണമെങ്കിൽ യൂണിയനുകളുമായി സർക്കാർ അടിയന്തരമായി ചർച്ചയ്ക്ക് തയ്യാറാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തിയ കേസിൽ ഇന്ത്യൻ വംശജനായ ബിസിനസ്സുകാരൻ കുറ്റക്കാരൻ. ലണ്ടനിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ യുവതിയുടെ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയ കേസിൽ ഇന്ത്യൻ വംശജനായ ബിസിനസ്സുകാരൻ വികാസ് നാഥിനെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ലണ്ടനിലെ ഫൈൻ ഡൈനിങ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുമായി ബന്ധമുള്ള 63-കാരനായ വികാസ് നാഥ് ലൈംഗിക ഉദ്ദേശത്തോടെ മയക്കുമരുന്ന് കലർത്താനും നിരോധിത മരുന്ന് കൈവശം വയ്ക്കാനും ശ്രമിച്ചെന്ന കുറ്റങ്ങൾ നിഷേധിച്ചിരുന്നു. എന്നാൽ സൗത്ത്വാർക്ക് ക്രൗൺ കോടതിയിലെ ജൂറി ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചു. ലൈംഗിക അതിക്രമം നടത്താൻ ഉദ്ദേശിച്ചാണ് പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തിയതെന്നും നിരോധിത ക്ലാസ് B വിഭാഗത്തിലുള്ള മരുന്ന് കൈവശം വച്ചിരുന്നുവെന്നും കോടതി കണ്ടെത്തി. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്ന വികാസ് നാഥിനെ കോടതി റിമാൻഡ് ചെയ്തു. ശിക്ഷ പിന്നീട് പ്രഖ്യാപിക്കും. സംഭവത്തെ അപലപനീയവും ദുഷിച്ചതുമായ പ്രവൃത്തിയായി പോലീസ് വിശേഷിപ്പിച്ചു. യുവതിയുടെ ശ്രദ്ധയിൽപ്പെടാതെ അവരുടെ പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കുകയായിരുന്നു ഇയാൾ. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ക്ലബ് ജീവനക്കാർ പോലീസിൽ അറിയിക്കുകയും മണിക്കൂറുകൾക്കകം ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. യുവതിയുടെ പാനീയത്തിൽ നിന്ന് ലഭിച്ച GBL എന്ന അപകടകരമായ മയക്കുമരുന്ന് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്നറിയപ്പെടുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും തടയാനും പോലീസ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും രാത്രികാല വിനോദ കേന്ദ്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. 7.5 ലക്ഷം യുവജനങ്ങൾ അറിയാതെ കുട്ടികളുടെ ട്രസ്റ്റ് ഫണ്ട്. 7,58,000 യുവജനങ്ങൾ അവരുടെ കുട്ടികളുടെ ട്രസ്റ്റ് ഫണ്ട് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ട ശരാശരി 2,242 പൗണ്ട് എന്ന വലിയ തുക ഇതുവരെ ക്ലെയിം ചെയ്യാതെ വിട്ടുപോയതായി സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. 2002 സെപ്റ്റംബർ 1-നും 2011 ജനുവരി 2-നും ഇടയിൽ ജനിച്ച ഓരോ കുട്ടിക്കും വേണ്ടി സർക്കാർ ആരംഭിച്ച നികുതിരഹിത ദീർഘകാല സമ്പാദ്യ പദ്ധതിയാണിത്. 16 വയസ്സ് മുതൽ കുട്ടികൾക്ക് ഈ അക്കൗണ്ട് നിയന്ത്രിക്കാനും 18 വയസ്സ് തികയുമ്പോൾ പണം പിൻവലിക്കാനും സാധിക്കും. പലിശ സഹിതം ഈ ഫണ്ട് യഥാർത്ഥത്തിൽ നിക്ഷേപിച്ചതിനേക്കാൾ വളരെ ഉയർന്ന തുകയായി വളർന്നിരിക്കാം. നോട്ടിംഗ്ഹാമിൽ നിന്നുള്ള 22 വയസ്സുള്ള ഹോപ്പ് കെയർ വില്യംസ് എന്ന യുവതി തൻ്റെ 18-ാം വയസ്സിൽ ഈ ഫണ്ട് ക്ലെയിം ചെയ്തപ്പോൾ അത് 5,000 പൗണ്ടായി വളർന്നിരുന്നു. ഈ പണം ഫ്ലാറ്റിൻ്റെ ഡെപ്പോസിറ്റ്, വാടക, പഠനത്തിനായുള്ള ലാപ്ടോപ്പ് എന്നിവ വാങ്ങാൻ ഉപയോഗിച്ചെന്നും ഇത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിലോ കടം വാങ്ങുന്നതിലോ വീഴുന്നതിൽ നിന്ന് തന്നെ രക്ഷിച്ചതെന്നും അവർ പറഞ്ഞു. കുട്ടികളുടെ ട്രസ്റ്റ് ഫണ്ടിന് പകരം ഇപ്പോൾ ജൂനിയർ ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ടുകളാണ് നിലവിലുള്ളത്. എന്നാൽ പുതിയ അക്കൗണ്ടുകൾക്ക് സർക്കാർ പണം നിക്ഷേപിക്കുന്നില്ല. ഈ ഫണ്ട് ക്ലെയിം ചെയ്യാൻ HMRC വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.